ഫ്രണ്ട്സ്, ഞാൻ എന്റെ കഴിഞ്ഞ വീഡിയോയിൽ ഈ ഒരു മെഷീന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അടുത്ത വീഡിയോയിൽ ഞാൻ ഈ ഒരു 4 ഫൂട്ടിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഒരുപാട് ഫൂട്ടുകൾ ഉണ്ട്. അപ്പൊ ഇതേപോലെ ഒരു ബുക്ക് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ അതില് എല്ലാ ഡീറ്റെയിൽസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഓരോ ഫൂട്ടിന്റെ പേരും ആ ഓരോ ഫൂട്ടും എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്നുള്ളതും ഈ ഒരു ബുക്കിൽ നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ഓരോന്നായിട്ട് വാങ്ങണമെങ്കിൽ ഓൺലൈനിലൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഒരു 300 സംതിങ് ആണ് ഇതിന്റെ ഓരോന്നിന്റെ റേറ്റ് വരുന്നത്. പിന്നെ നമ്മൾക്ക് ഇത് ഫ്രില്ലിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്ലവർ ഒക്കെ എംബ്രോയിഡറി ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഫൂട്ടാണിത്. അപ്പൊ അതേപോലെ എല്ലാ വിധത്തിലുള്ള ഫൂട്ടുകളും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാനിപ്പോ എന്റെ കയ്യിലുള്ള ഈ ഒരു 4 ഫൂട്ടിന്റെ വീഡിയോസ് ആണ് കാണിക്കുന്നത്. ആദ്യം ഞാൻ കാണിക്കുന്നത് ഈ ഒരു ഫൂട്ടിനെ കുറിച്ചിട്ടാണ്. ഇതിന്റെ പേര് പറയുന്നത് റോൾഡ് ഹെം ഫൂട്ട് എന്നാണ്, അല്ലെങ്കിൽ നമുക്ക് ഇതിനെ പീക്കോട്ട് ഫൂട്ട് എന്നും പറയപ്പെടുന്നുണ്ട്. അപ്പോ ഇത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാല് നമ്മുടെ ഗൗണ്, ഫ്രോക്ക് അല്ലെങ്കിൽ നമ്മുടെ ഷാളുകൾ ഉണ്ടാവും, അതിന്റെ അറ്റത്തൊക്കെ നമ്മുടെ ഒരു ഉരുട്ടിയടിക്കുന്ന ഒരു സ്റ്റിച്ച് ഉണ്ട്, അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫൂട്ട് എടുക്കുന്നത്. അപ്പൊ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. അപ്പൊ ആദ്യം ഞാൻ ഇവിടെ ഇപ്പൊ നോർമൽ സ്റ്റിച്ചിന്റെ ഫൂട്ടാണ് ഇട്ടിട്ടുള്ളത്. അത് ആദ്യം നമുക്ക് ഇവിടെ നിന്ന് ചേഞ്ച് ആക്കണം. അപ്പൊ ഇവിടെ ഒരു ലിവർ ഉണ്ട്, അത് നമുക്ക് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്താല് നമുക്കിങ്ങനെ എടുക്കാൻ പറ്റും. ഈ ഒരു ഫൂട്ട് ആദ്യം മാറ്റി കൊടുക്കുന്നുണ്ട്. നമുക്ക് ഈ പീക്കോട്ട് ഫൂട്ട് നമ്മുടെ ഈ ഒരു സ്റ്റിച്ച് സൂചി പോകുന്ന ഈ ഒരു ഹോൾ ഉണ്ട് ഇവിടെ, അതിന് കറക്റ്റ് ആക്കിയിട്ട് തന്നെ ഈ ഒരു ഫൂട്ടിന്റെ ഈ ഒരു കട്ട് കറക്റ്റ് ആക്കിയിട്ട് വെച്ചു കൊടുക്കാം, അല്ലെങ്കിൽ നമ്മളെ സൂചി പൊട്ടിപ്പോവും. ഇതുപോലെ കറക്റ്റ് ആക്കി വെച്ചതിന് ശേഷം ഈ ഒരു സൈഡിലുള്ള ബ്ലാക്ക് കളറിൽ വരുന്ന ലിവർ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ ഇവിടെ കറക്റ്റ് ആക്കിയിട്ടൊന്ന് ക്ലിപ്പ് ചെയ്തെടുക്കാം. ആദ്യം ഒന്ന് ഒരു ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മടക്കിയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഈ ഒരു കട്ടിന് കറക്റ്റ് ആക്കിയിട്ടാണ് ഇത് വെച്ച് കൊടുക്കേണ്ടത്. സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നായിട്ട് നമ്മൾ ഇവിടെയും കൂടെ മാറ്റി കൊടുക്കാനുണ്ട്. സിഗ്സാക്കിന്റെ സ്റ്റിച്ചാണ് നമ്മൾ ഇവിടെ ഇട്ട് കൊടുക്കേണ്ടത്. അത് സീല് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്പർ നമുക്ക് ഞാനിപ്പോ ഇവിടെ 1ലാണ് വെച്ചിട്ടുള്ളത്. നമുക്ക് കുറച്ചുകൂടെ വിട്ടിട്ട് വേണമെങ്കിൽ 2ൽ വെക്കാം, പിന്നെ 0ന്റെ 1ന്റെ ഇടയിലായിട്ടും വെക്കാം. ഞാനിപ്പോ ഇവിടെ 1ലാണ് വെച്ചിട്ടുള്ളത്. നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ഇതിങ്ങനെ ഇതിന്റെ ഈ ഒരു ഗ്യാപ്പിലേക്ക് നമ്മൾ ഈ തുണി ഇങ്ങനെ മടക്കിയിട്ട് കറക്റ്റ് ആക്കിയിട്ട് മടക്കിയിട്ട് തന്നെ വരണം. അപ്പൊ അത് ഫുള്ളായിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെയാണ് ഉണ്ടാവുക. നമ്മളെ ഫ്രോക്കിന്റെ ഒക്കെ അറ്റത്ത് ഇതേപോലെ സ്റ്റിച്ച് ചെയ്യാനെങ്കിൽ നമ്മളെ ഇതുപോലെയാണ് ഉണ്ടാവുക. നമ്മൾ റെഡിമെയ്ഡ് ഒക്കെ വാങ്ങുന്ന ഡ്രസ്സിലൊക്കെ ഉണ്ടാവുന്നില്ലേ, അപ്പൊ അതേപോലെ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ നമ്മളെ ഷോളിന്റെ കരയില് അപ്പൊ വളരെ എളുപ്പമാണ് നമുക്ക് ഈ ഒരു സ്റ്റിച്ച് ചെയ്യാനായിട്ട്. പിന്നെ അടുത്ത സ്റ്റിച്ച് ഏതാന്ന് നോക്കാം. നമ്മൾ സിബൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതെന്ന്, അതേപോലെ തന്നെ നമ്മളെ ഡ്രസ്സിൽ പൈപ്പിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടും ഈ ഒരു ഫൂട്ട് തന്നെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഇതെങ്ങനെയാന്ന് നോക്കാം. ഇപ്പൊ സിബ്ബർ ഫൂട്ട് ഇതിലേക്ക് അറ്റാച്ച് ചെയ്യുന്നതിന് മുന്നായിട്ട് ഞാൻ ആദ്യം ഒരു നോർമൽ സ്റ്റിച്ചിന്റെ ഫൂട്ട് ഇവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ സിബ് വെക്കുന്ന ടൈമില് ഇങ്ങനെ 2 പീസായിട്ടാണ് നമ്മളെ ഡ്രസ്സ് ഉണ്ടാവുക സിബിന്റെ. അപ്പൊ അതൊന്ന് ജോയിന്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നോർമൽ സ്റ്റിച്ചിന്റെ എയും ഇവിടെ ഞാൻ 2ല് വെച്ചു കൊടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഈ ഒരു ലൈന് സ്റ്റിച്ച് ചെയ്തെടുക്കാം.
സിബ് എവിടെ വരെ വെക്കണം അവിടെ വരെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാനിപ്പോ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടല്ല, അപ്പൊ അതുകൊണ്ട് ഇത്രേ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളൂ. നമുക്കിതൊന്ന് ഇവിടുന്ന് എടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ഒരു ഫൂട്ട് ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. ഒരു സിബ്ബറിന്റെ ഫൂട്ട് ഞാനിവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിപ്പോ ഇവിടെ ഈ ഒരു അറ്റാച്ച് ചെയ്ത ഭാഗം ഇവിടെ വേണമെങ്കിൽ നമുക്കൊന്ന് ഇതിങ്ങനെ ഇതൊക്കെ ചെയ്തിട്ട് അയൺ ചെയ്ത് എടുക്കാം. അപ്പൊ നല്ല കറക്റ്റിൽ ഇത് നിന്നോളും. അപ്പൊ ഇതേപോലെ അയൺ ചെയ്തെടുക്കുന്നെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിപ്പോ അയൺ ചെയ്തെടുക്കുന്നില്ല. ഇതേപോലെ നിവർത്തി വെച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ഈ ഒരു സിബിന്റെ ഈ ഒരു നല്ല വശം ഇങ്ങനെ ഇവിടെ ഉള്ളിലായിട്ട് വരുന്ന വിധത്തിൽ ഇതേപോലെ വെച്ചു കൊടുക്കാം. ഈ ഒരു സൈഡ് വരുന്ന ഭാഗം നമ്മുടെ ഈ ഒരു സ്റ്റിച്ചിന് കറക്റ്റ് ആക്കിയിട്ട് വരുന്ന വിധത്തിൽ വെച്ചു കൊടുക്കാം. അതേപോലെ നമ്മുടെ ഫൂട്ടിന്റെ ഇവിടെ ഒരു കട്ട് വരുന്നുണ്ട്. ആ കട്ട് വരുന്ന ഭാഗത്ത് വേണം നമ്മൾ ഈ സിബിന്റെ ഈ ഒരു സൈഡ് കറക്റ്റ് ആക്കിയിട്ട് വെച്ചു കൊടുക്കാൻ. അത് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ നമ്മളെ സൂചി പെട്ടെന്ന് പൊട്ടിപ്പോവും. അപ്പൊ അതേപോലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമുക്ക് എവിടെ വരെ വേണം അതിനനുസരിച്ചിട്ട് ഇതിങ്ങനെ കറക്റ്റാക്കി മടക്കി മടക്കി പിടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം. സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ വെച്ചിട്ട് ഇതൊന്ന് പൊക്കി കൊടുത്തിട്ട് ഇതിനെ ഇങ്ങോട്ടേക്ക് ഒന്ന് പ്രസ് ചെയ്യാം. ഇതിനെ ഇങ്ങോട്ടേക്ക് ഒന്ന് നീക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ കറക്റ്റ് ആക്കിയിട്ട് ഒന്നുകൂടെ വെക്കാം. സൂചി ഒന്ന് ഇവിടെ ഇങ്ങനെ കുത്തി കൊടുക്കാം. ഇപ്പുറത്തോട്ടേക്ക് തിരിച്ചിടുന്നുണ്ട്. നമ്മൾ ഈ സൈഡിലുള്ള വീലൊന്ന് ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് 2-3 പ്രാവശ്യം ഒന്നിങ്ങനെ കറക്കി കൊടുക്കാം. സ്റ്റിച്ച് ചെയ്തെടുക്കുന്നെങ്കിൽ അങ്ങനെ ഞാൻ ചെയ്യാട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഈ ഒരു സൈഡ് നമ്മൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ മടക്ക് അത് ഇതേപോലെ ഇപ്പുറത്ത് ചെയ്ത പോലെ തന്നെ ഇങ്ങനെ നിവർത്തി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതേപോലെയാണ് കിട്ടുക നമുക്ക്. ഇതാണ് നമ്മുടെ നല്ല വശത്തായിട്ട് വരുന്നത്. അപ്പൊ ഇതേപോലെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതിനെ ഇവിടെ നിന്ന് സ്റ്റിച്ച് അയച്ച് മാറ്റാണ് ചെയ്യേണ്ടത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഈ ഒരു ടൂള് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. ഇതാദ്യം ഇങ്ങനെ വെച്ചു കൊടുക്കാം. ഇവിടെ സ്റ്റിച്ചിൻ്റെ അടുത്ത് ഇത് കറക്റ്റ് ആക്കിയിട്ട് വെച്ചിട്ട് നമ്മുടെ സ്റ്റിച്ച് ഒന്ന് പൊട്ടിച്ചു കൊടുക്കാം. പെട്ടെന്ന് തന്നെ അളക്കാൻ പറ്റൂ കേട്ടോ. ഇങ്ങനെ കറക്റ്റ് ആക്കിയിട്ട് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് മുന്നോട്ടിങ്ങനെ നമ്മളിങ്ങനെ നീക്കി കൊടുക്കും. ഇത് വളരെ കറക്റ്റായിട്ട് തന്നെ സ്റ്റിച്ച് പൊട്ടിയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം ഇതേപോലെ അയച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ സിബ് ഒന്ന് ഓപ്പൺ ആക്കി വെക്കാം. വളരെ എളുപ്പമല്ല നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. നമ്മുടെ സാധാ മെഷീനിലാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ചെയ്യുന്ന ടൈമിൽ ഇതൊക്കെ സൂചിയിൽ പെട്ടെന്ന് പൊട്ടിപ്പോവാനും അതുപോലെ ഇതിൻ്റെ അടിയിലൊക്കെ വന്ന് കുടുങ്ങി നിൽക്കാനൊക്കെ ചാൻസ് ഉണ്ട്. ഇതാവുമ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. ഈ ഒരു ഫൂട്ട് വെച്ചിട്ട് തന്നെ
നമുക്ക് പൈപ്പിങ്ങും കൂടെ ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. നെക്സ്റ്റ് ബട്ടൺ ഹോളിന്റെ ഫൂട്ടാണ് കാണിക്കുന്നത്. ഇപ്പൊ ബട്ടൺ ഹോളിന് വേണ്ടിയിട്ട് ഈ ഒരു ഫൂട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഈ ഒരു ഫൂട്ട് ഇതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിവിടെ ഈ ഒരു വൈറ്റ് പീസ് നമ്മൾ ഇവിടെ കറക്റ്റ് ആക്കി വെച്ചിട്ട് ഇവിടെ ക്ലിപ്പ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ ബട്ടൺ ഹോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പീസ് ഇവിടെ എടുത്തിട്ടുണ്ട്. ആദ്യം ഞാൻ ഒരു ബട്ടൺ ഇവിടെ വെച്ചിട്ട് അതിനൊന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മള് ബട്ടൺ എവിടെയാണോ വരുന്നത് അവിടുന്ന് കുറച്ചൊന്ന് അകലം വിട്ടിട്ട് വേണം നമ്മൾ മാർക്ക് ചെയ്തെടുക്കാൻ. ഇതേപോലെ അടിച്ചിട്ടുണ്ട്. അതേപോലെ ഇവിടെയാണ് വരുന്നത്. ഞാൻ കുറച്ച് അകലം കൊടുത്തിട്ട് ഇതാ ഇവിടെ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇതേപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനെ ഒരു സ്ക്വയർ ആയിട്ട് ഇതേപോലെ വരച്ചെടുക്കുന്നുണ്ട്. ഇതേപോലെ ഒരു സ്ക്വയർ ആയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ സെന്ററിലും ഒരു ലൈന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഫൂട്ട് ഞാൻ ഇവിടെ കറക്റ്റ് ആക്കിയിട്ട് ഇതേപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ മാറ്റാനുണ്ട്. ഇവിടെ നമ്മൾ വണ്ണില് ഇതാണ് നമ്മുടെ ബട്ടൺ ഹോളിന്റെ സ്റ്റിച്ച് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ചേഞ്ച് ആക്കി കൊടുക്കേണ്ട ഓപ്ഷന്. അപ്പൊ ഇവിടെ വണ്ണാണ് നമ്മൾക്ക് ഫസ്റ്റ് വേണ്ടത്. വണ്ണ് ഇപ്പുറത്തെ സൈഡിലാണ് നമുക്ക് സ്റ്റിച്ച് ആയിട്ട് വരുന്നത്. അതിന് അനുസരിച്ചിട്ട് ഏത് സൈഡിലാണ് സ്റ്റിച്ച് വരുന്നതെന്നുള്ളത് നമുക്ക് ഇവിടെ ഓരോ നമ്പർ ഇട്ടിട്ട് കാണിച്ചു തരുന്നുണ്ട്. ഇപ്പൊ വണ്ണിൽ ഇട്ടിട്ടുണ്ട്. ഇവിടെ ഞാൻ 0ന്റെയും 1ന്റെയും ഇടയിലായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. നീഡിൽ ഇവിടെ കറക്റ്റ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി സ്റ്റിച്ച് ചെയ്യാം. അപ്പൊ ഇവിടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് വരേണ്ടത് രണ്ടിലാണ് വെച്ചു കൊടുക്കേണ്ടത്. നമ്മൾ ഫസ്റ്റ് ഈ സൈഡ് ചെയ്തു. ഇനി താഴ്ന്ന് ഇങ്ങോട്ടേക്കാണ് വരേണ്ടത്. അപ്പൊ അത് 2ആണ് വരുന്നത്. അപ്പൊ അത് 2ൽ വെച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ 2ൽ ഇവിടെ സ്റ്റിച്ച് ആയിട്ടുണ്ട്. നമ്മൾ 1 ഈ സൈഡും ചെയ്തു, ഈ സൈഡും ചെയ്തു 2ല്. ഇനി നമുക്ക് ഈ സൈഡാണ് ചെയ്യേണ്ടത്. അത് 3ലാണുള്ളത്. അത് 3 വെച്ചു കൊടുക്കാം. അപ്പം ഇത് 3ൽ ഇപ്പൊ ചെയ്തെടുത്തിട്ടുണ്ട്. 3ൽ ചെയ്ത് ഇനി നെക്സ്റ്റ് നമുക്ക് മുകളിലെ വശത്താണ് ചെയ്യേണ്ടത്. അതായത് ഇതും ചെയ്തു, ഇവിടെയും ചെയ്തു, ഈ ഒരു സൈഡും ചെയ്തു. ഇനി ഈ ഒരു മുകൾ വശത്ത് 4ൽ വെച്ചു കൊടുക്കാം. അപ്പൊ 4ലും ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ഇവിടുന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ കിട്ടിയിട്ടുണ്ട്. ബട്ടൺ ഹോള് നമുക്ക് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് ബട്ടൺ ആണ് വെച്ചുകൊടുക്കേണ്ടത്. അപ്പൊ ബട്ടൺ വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഫൂട്ടിന്റെ ആവശ്യമില്ല. അപ്പൊ ഇതങ്ങ് അയച്ചെടുത്തിട്ട് നമുക്ക് ഈ ഒരു ബോക്സ് അങ്ങ് അയക്കാം. എന്നിട്ട് ഇവിടുന്ന് അപ്പൊ ഇതിന്റെ ബോബൻ കേസിന്റെ ഈ ഒരു ഉള്ളിലായിട്ട് ഒരു എല്ല് ഷേപ്പ് മോഡൽ ഇവിടെ ഒരു കുളത്തുണ്ട്. ആ ഒരു കുളത്ത് ഇപ്പൊ ഇവിടെയാണുള്ളത്. അതിനെ നമുക്ക് ഇങ്ങോട്ടേക്ക് നീക്കി കൊടുക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇത് ഉള്ളിലോട്ട് പ്രസ് ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതൊന്ന് അടച്ചു കൊടുക്കാം. ഇനി നമ്മളെ ബട്ടണ് ഈ സൂചിന്റെ ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്ന വിധത്തിൽ ഒന്ന് വെച്ചു കൊടുക്കാം. നമ്മളെ സൂചി ഒന്ന് ഇതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇതിൽ കറക്റ്റ് ആണോ നോക്കാം. ഓക്കെ, ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ കുത്തിയിട്ടുണ്ട്. ഇത് കുത്തിയതിന് ശേഷം നമുക്ക് നമ്മുടെ ഈ ഒരു ബ്ലാക്ക് കളറിലുള്ള ലിവർ ഒന്ന് താഴോട്ടേക്ക് ഇതേപോലെ പ്രസ് ചെയ്ത് വെക്കാം. അപ്പൊ ഇവിടെ ഈ ഒരു ഹോളില് സൂചി കറക്റ്റ് ആയിട്ട് ഇറങ്ങുന്നുണ്ട്. അപ്പൊ അതേപോലെ തന്നെ അതിന്റെ ഇപ്പുറത്തെ ഈ ഒരു ഹോളിലും കൂടെ ഇറങ്ങുന്നുണ്ടോ നോക്കാം. ഓക്കെ, കറക്റ്റ് ആണ്. ഇങ്ങനെ നമ്മളിങ്ങനെ ചെക്ക് ചെയ്തിട്ടേ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പറ്റൂ. അല്ലെങ്കിൽ നമ്മളെ സൂചി ബട്ടണ് കുത്തിയിട്ട് പെട്ടെന്ന് പൊട്ടിപ്പോവും കേട്ടോ. ബട്ടണും സൂചിയും പൊട്ടിപ്പോവും. അപ്പൊ ഇതേപോലെ ഒരു 2 തവണ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് നോക്കാം. കറക്റ്റാണ്. നമ്മൾ സ്റ്റിച്ച് ചെയ്യാം.
അപ്പോൾ ഇവിടെ സ്റ്റിച്ച് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ബ്ലാക്ക് ലിവർ ഇങ്ങനെ പൊതുക്കിയിട്ട് നെക്സ്റ്റ് ബട്ടണിലേക്ക് ഇട്ട് കൊടുക്കാം കറക്റ്റാണ് വിധത്തിൽ. എന്നിട്ട് അതേപോലെ തന്നെ ഇപ്പുറത്തും ചെയ്ത് നോക്കാം. ഒരു 2 തവണ ജസ്റ്റ് ഒന്നിങ്ങനെ നമ്മുടെ സൈഡിലെ വീലൊന്ന് നീക്കി കൊടുക്കാം. അതിനുശേഷം ഒന്ന് സ്റ്റിച്ച് ചെയ്യാം. ഹോളും ബട്ടണും ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾക്കിത് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കിത് ചെയ്തെടുക്കാൻ നല്ല എളുപ്പമാണ്. ഇതിൻ്റെ ഉള്ളിലോട്ടേക്ക് നമ്മളിങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് ഈ ഒരു ഫൂട്ടാണ് കാണിക്കുന്നത്. ബ്ലൈൻഡ് ഹെം ഫൂട്ട് എന്നാണ് ഈ ഒരു ഫൂട്ടിന് പറയുന്നത്. അപ്പം ആദ്യം ഇവിടെ ഈ ഒരു സ്ക്രൂ ലൂസായിട്ടാണ് ഉള്ളതെങ്കിൽ നമ്മളത് ആദ്യം ഇങ്ങനെ ടൈറ്റാക്കി കൊടുക്കണം. നല്ല ടൈറ്റിൽ തന്നെ ആക്കി കൊടുക്കണം. അപ്പോൾ ഈ ഒരു ഫൂട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ ബ്ലൗസിൻ്റെ നെക്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളൊന്ന് മടക്കിയിട്ട് സൂചി നൂലും വെച്ചിട്ട് തുന്നിയെടുക്കാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടും പിന്നെ നമ്മുടെ സാരിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഫൂട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഇട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ അത് ചെയ്ത് നോക്കാം. ആദ്യം ഞാൻ ഇവിടുന്ന് ഒരു 1/2 ഇഞ്ച് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് മടക്കി എടുക്കുകയാണ് ചെയ്യേണ്ടത്. നമുക്കിവിടെ പിന്ന് കുത്തി എടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഒന്ന് അയൺ ചെയ്തെടുക്കുന്നുണ്ട്. ഒരു 1/2 ഇഞ്ച് ഇവിടെ അയൺ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതേപോലെ മടക്കിയിട്ട് ഇനി ഇവിടുന്ന് 1 ഇഞ്ചിൽ 1 ഇഞ്ച് വെച്ചിട്ട്, അതായത് ഇവിടുന്ന് 1 ഇഞ്ച് വരുന്ന വിധത്തിൽ ഇവിടുന്ന് ഒന്ന് മടക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകൾ വശത്ത് ഇങ്ങനെ വെച്ച് കൊടുക്കാം. വെച്ചുകൊടുക്കുന്ന ടൈമിൽ ഇതേപോലെ ഇവിടെ ചെറിയൊരു ഗ്യാപ്പ് വെച്ചിട്ട് വേണം അതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാനായിട്ട്. അതും ഒന്ന് അയൺ ചെയ്തെടുക്കുന്നുണ്ട്. ഇവിടെ എഫിലാണ് ഈ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കേണ്ടത്. ഈ എഫിൻ്റെ സ്റ്റിച്ചാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ എഫ് വെച്ച് കൊടുക്കാം. എഫിൽ ഇട്ട് കൊടുക്കാം. ഇവിടെ എഫിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഞാനൊരു 2.5 വെച്ച് കൊടുക്കുന്നത്. അപ്പം നമ്മളിവിടെ തുണി ഇതുപോലെ നേരത്തെ മടക്കി വെച്ചെടുത്ത തുണിയാണ്. അപ്പോൾ നമ്മൾ ഇതേപോലെയാണ് മടക്കി വെച്ചിട്ടുള്ളത്. ഇനി നമ്മൾ ഈ ഒരു ഫൂട്ട് ഇങ്ങനെ വെച്ചിട്ട് നമ്മുടെ ഈ വൈറ്റ് കളറിൽ വരുന്ന ഈ ഒരു പീസ് ഉണ്ട്, ആ ഒരു പീസ് നമ്മുടെ ഈ ഒരു എഡ്ജിന് കറക്റ്റാക്കിയിട്ട് വെക്കണം. അതായത് ഇതാ നമ്മുടെ ഇത് മടക്കിയിട്ടില്ല, രണ്ടാമത് നമ്മൾ മടക്കിയെടുത്ത ഈ ഒരു പീസ് ഉണ്ടല്ലോ, അതിൻ്റെ ഈ ഒരു എൻഡിലായിട്ട് തന്നെ ഈ ഒരു പീസ് വരുന്ന വിധത്തിൽ വേണം വെച്ച് കൊടുക്കാനായിട്ട്. എന്നിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ഈ കറക്റ്റ് മടക്കി വെച്ച ഈ ഒരു എഡ്ജിലെ കൂടി തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഇതേപോലെയാണ് നമ്മുടെ ഈ ഒരു സ്റ്റിച്ച് വരുന്നത്. അപ്പോൾ നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഇപ്പുറത്തേക്കാണ് ഇട്ട് കൊടുക്കേണ്ടത്. നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ഏത് കളർ മെറ്റീരിയലാണോ സ്റ്റിച്ച് ചെയ്യുന്നത് ആ ഒരു കളർ ത്രെഡ് തന്നെ വെച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു സ്റ്റിച്ച് കാണാനേ പറ്റൂല കേട്ടോ. അത്രയും വളരെ ഫിനിഷ് ആയിട്ടാണ് നമുക്ക് ഈ ഒരു സ്റ്റിച്ച് വരുന്നത്. ഇപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ എൻ്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബായ്.